അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് ഒഴിവാക്കി. ഇത് നമ്മളെ പട്ടിക്കുട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. നല്ല വ്യൂ ആണ്. അപ്പോൾ ഇത്രയും മനോഹരമായ വ്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ടെൻറ്റൊക്കെ എടുത്ത് മടക്കി വെച്ച് ഇനി വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ടെൻ്റ് അടിച്ചു കൊടുത്തുനിന്ന് ടെൻ്റൊക്കെ ചെയ്ത് അവിടെയൊക്കെ വൃത്തിയാക്കി ഞങ്ങൾ ഇനിയും പോവുകയാണ് ഗൈസ്. കൂടുതലുള്ളവരായിട്ട് ട്രക്ക് ചെയ്ത് നടക്കുകയാണ് ഗായ്സ്. ഒരു വെയിലാണ്, തണുപ്പുണ്ട് എന്നാൽ വെയിലുമുണ്ട്. ട്രക്ക് ചെയ്ത് ഒന്ന് ടയേർഡായേക്ക് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കൂടെ കുറേ നായ്ക്കളെ കിട്ടി. പിന്നെ അതാ നല്ല അരുവിയുണ്ട്, അവിടുന്ന് കുടിക്കാനുള്ള വെള്ളം എടുക്കുകയാണ്. ഇനിയും ഒരുപാട് നടക്കാണ്ടെന്ന് പറഞ്ഞാൽ ഗായ്സ്. എന്ത് ഭംഗിയല്ലേ മച്ചാ, ഒരു ഹായ് കൊടുത്തേ. അങ്ങനെ നമുക്ക് മലമുകളിലോട്ട് കയറാനൊരു ഷോർട്ട് കട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പോയോക്കട്ടെ, എവിടെ എത്തുമെന്ന് അറിയാൻ പാടില്ല ഗൈസ്. ട്രക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാലോ കുഴങ്ങിയിട്ടില്ല, പക്ഷേ വെയിൽ നന്നായിട്ടടിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയാൻ പറ്റില്ല. കയ്യൊക്കെ പെട്ടാനടിച്ച് പണ്ടറടങ്ങും. എന്നാലും കുഴപ്പമില്ല, കയറണല്ലോ. അതല്ലേ നമ്മൾ ലക്ഷ്യം. വീഡിയോ നോക്കി പോയി തട്ടി വീണേനെ. എന്തൊരു സാഹസികമായ വഴി, കുത്തനെ ശരിയാ. അമ്മമാര് കയറാൻ ബുദ്ധിമുട്ട് നോക്കി കയറാൻ അങ്ങോട്ട്. അതിന് പുല്ലുകുലി ചോട്ടണ്ടേ, ഇങ്ങോട്ട് ചോട്ട്, ഇവിടെ ചോട്ട്, മാറി ചോട്ടെ. അപ്പം അങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെറിയൊരു മല കയറി, ഇനിയും കയറണ്ട്. അതാണ് ലക്ഷ്യം. എന്ത് രസമാണ്. പണ്ട് ഫോണിൻ്റെ വാൾപേപ്പറൊക്കെ വെച്ചിരുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു, എന്ത് ഭംഗിയാണ് കാണാൻ. ആ നാട്ടിലൊക്കെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഒറ്റ മൈൻഡിൽ ഇറങ്ങിയ യാത്ര കൊണ്ട് ഇവിടം വരെ എത്തി. എങ്ങോട്ട് എങ്ങനെയൊന്നൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. നടക്കുന്നതിനിടയിൽ കണ്ടതാ ഒരു റോഡ് കവാകിടിഞ്ഞു പോയിക്കാണ്. ഇവിടെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ, നല്ല ഹെവി വെയിറ്റുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂലേ. യാത്രക്കിടയിൽ ചെറുതായിട്ടൊന്നും ടയർഡാകുമ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുക്കും. ഫുള്ള് പറ്റിയാണ്, തലങ്ങും വിലങ്ങും. സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാട്ടാ. ഇനി ഒരുപാട് നടക്കാണ്ട്, ഒരു 8-10 കിലോമീറ്റർ നടക്കാണ്ട്. കയ്യിലുള്ള വെള്ളം കഴിഞ്ഞു ഗൈസ്. അപ്പം അങ്ങനെ പ്രകൃതി തന്നെ നമുക്ക് വെള്ളം തന്ന്, വേറെ ഒന്നും നോക്കിയില്ല. നല്ല തണുത്ത ഉറവ. അങ്ങനെ നമ്മൾ നടക്കുന്നതിനിടയിൽ ഒരു ലിഫ്റ്റ് കിട്ടി. അതും ഒരു പഞ്ചാബിക്കാരൻ. നല്ല മനുഷ്യന്മാരാണ്. കുറച്ച് പുറത്തെ കാഴ്ച കാണാം വണ്ടിയിൽ. पंजाब नंबर, चंडीगढ़ नंबर गाड़ी देख लेते हैं। हाँ, और मान जाएंगे। हाँ, रास्ता दे दे, मैंने जाना।
ഞങ്ങളെ ഒരു ഡാമിൻ്റെ അവിടെ ഇറക്കി തന്ന ആ പഞ്ചാബിക്കാർ വേറെ ഒരു വഴിയിലോട്ട് പോയി. അങ്ങനെ പഞ്ചാബിക്കാരോടൊപ്പമുള്ള യാത്ര കഴിഞ്ഞ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്, തുൽഗ എന്ന ഗ്രാമത്തിൽ. ആ ഗ്രാമത്തേക്ക് പോണ വഴിയാണ്, അടിപൊളിയാട്ടോ, ഭയങ്കര ബ്യൂട്ടിയാണ്. നമുക്ക് കുറച്ച് ദിവാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഹായ് ഇവിടുത്തെ ഹിന്ദി അറിയാത്ത ഞാനും ഇംഗ്ലീഷ് അറിയാത്ത ഞാനും, എന്നാലും എല്ലാം പറയുന്ന ഒരുത്തരുണ്ട് ഇവിടുത്തെ കൂട്ടത്തിൽ. കുഴപ്പമില്ല, പല സ്ഥലം, നല്ല പീപ്പിൾ. അത് നാളെ മറ്റേ എന്നൊക്കെ ആയിട്ട് മഞ്ഞ് റീച്ച് ചെയ്യാൻ പറ്റൂട്ടാ. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ കോലം ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇവിടത്തെ കോലം കണ്ടൊക്കെ മനുഷ്യനാണെന്ന് ആദ്യം കരുതി. എന്താ പോസ്, നല്ല സ്ഥലമൊക്കെ. നീക്കാളെ കിട്ടി. എന്താണ് പറയുക, നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് വന്ന് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും, അറിയാത്തൊരുപാട് പേര്. മലകൾ തേടിയുള്ള യാത്ര, ഫുള്ള് അഡ്വഞ്ചർ ട്രക്കിങ് മൂട. കൂടെയുള്ളമാര് അവിടെ വരുന്നത്. ഞാൻ ഫ്രണ്ടിലെത്തി, ഞാനും വേറൊരുത്തനും. ഇവിടെ നിന്നൊരു ബായിയും കിട്ടി, ഡൽഹിയിലുള്ള. അപ്പോൾ ബായിനോട് സംസാരിച്ച് അങ്ങനെ നടക്കുക. എന്താ അതിമനോഹരമായ കാഴ്ച. എടാ കേറി വാടാ, കുഴങ്ങിയോ? അവർ കുറച്ച് ടയർഡാണ്, ഫുഡ് കഴിച്ചിട്ടില്ല, അതാണ് കാരണം. സ്ഥലങ്ങൾ മാറുന്നു, കാഴ്ചകൾ മാറുന്നു, എല്ലാം മാറി മറിയുന്നു. ഇനി കാണാൻ പോകുന്നത് മഞ്ഞുമലയാണ്. അങ്ങോട്ടെത്താനുള്ള അതിസാഹസികമായ യാത്രയിലാണ്. എത്തുമ്പോൾ കാണാം. ഓക്കെ, ഞാനും അതിന് വെയിറ്റ് ചെയ്യുകയാണ്. തുൽഗ എന്ന ഗ്രാമത്തിലോട്ട് കയറുന്ന വഴിയാ. വളരെ അഡ്വഞ്ചറാണ്, കുതിരയൊക്കെ ഉണ്ട്. സീന്. തുൽഗ ഫോറസ്റ്റ് അത്ര ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഗ്രാമമാണെന്ന്. സോറി ഗൈസ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിലും ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതിലും. മച്ചാന്മാരൊക്കെ അതൊക്കെ അയങ്ങിയിരിക്കുന്നു. എന്താ മച്ചാൻ എനിക്ക് പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ പറടാ. അതൊക്കെ വഴങ്ങിക്കണു ഗൈസ്. പക്ഷെ നമ്മൾ ഫുള്ള് ഉഷാറാണ്. നമ്മളെ മൈൻഡ് എന്താണ്? മല കാണുക എന്നുള്ളതാണ് നമ്മളെ മൈൻഡ്. അങ്ങോട്ട് എത്തിപ്പെടുക. അതുവരെ നമ്മൾ എല്ലാ സാഹസിക യാത്രകളും നമ്മൾ അതിതീവ്രമായി കാഴ്ച വെക്കേണ്ടതാണ്. ഇതുപോലെ സീനാണേ. എൻ്റെ പൊന്നു. മച്ചാ ഹാപ്പി അല്ലേ? ബബ്ബയ്ക്കുള്ള വഴി അതാത്ത, നമുക്ക് അങ്ങോട്ട് പോകണ്ട. നമുക്ക് തുൽഗയ്ക്കുള്ള വഴി കണ്ടെത്തിയാൽ മതി ഗൈസ്. കയറുന്ന പോലെ ഞങ്ങളും ഇതുപോലെ കയറണ്ടേ? വഴികൾ നമ്മൾ കണ്ടെത്തും, അതിലൂടെ നമ്മൾ നടക്കണം, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമില്ല. ഫുള്ള് സീനാണേ. നടന്ന് കയറുകയാണ് ഗൈസ്. ഇനിയും ഉയരങ്ങളിലോട്ട്. ഉയരം കൂടുന്തോറും ചായയുടെ സാധു കൂടുന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അങ്ങ് മഞ്ഞമലയിൽ കയറിയിട്ട് നോക്കി നോക്കാം. അങ്ങനെ ഒരു മലക്ക് മുകളിൽ ഏതോ ഒരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നോക്കട്ടെ. ഒന്നും പറയാല്ല, അതിമനോഹരമായ ഗ്രാമമാണ്. നല്ല സ്ഥലാട്ടോ, ഫുള്ള് സീനാണ്. എന്ത് രസമൊക്കെ. കുതിരകൾ വീണ്ടും. ചേട്ടനോട് ചോദിച്ചേക്ക് ഇവിടെ എവിടെയോ ഒരു കട ഉണ്ട് എന്ന് പറഞ്ഞു, കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ ആ കട തപ്പി ഇറങ്ങിയതാ.
നോക്കട്ടെ കട കണ്ടുപിടിക്കാൻ പറ്റുമോ. ഏതായാലും ഇതുവരെ എത്തിയില്ലേ, കണ്ടുപിടിച്ച് മേലെ മഞ്ഞ് ടെൻ്റ് അടിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കണ്ടേ, അതിനുള്ള പരിപാടിയാണ്. അങ്ങനെ കടയത്തൊരു ഓണറെ കിട്ടിയിട്ടുണ്ട്. ആളെ പോയി വീട്ടിൽ വിളിച്ചു കൊടുന്ന് ഇതാ കടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴികളും സ്ഥലങ്ങളും വളരെ വ്യത്യസ്തമാണ്, കാണാനും മനോഹരമാണ്. വാങ്ങി ഇതാ സാധനം കൊണ്ട് പോകണം. ഉച്ചക്കത്തെ ഫുഡാണ് ഇപ്പം ഇത്. ടെൻ്റ് അടിക്കാനുള്ള അടുത്ത സ്ഥലം നോക്കി നടക്കുകയാണ്. അതും എന്തൊരു രസം അവിടെ നിന്ന് കാണാൻ. പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ വഴികൾ. ഇത് ഭംഗിയാ നോക്കിയേ. അരി ഗൈസ്, അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമായി. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അതങ്ങനെ ഇവിടെ ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് മച്ചാന്മാരൊക്കെ ഉണ്ട്, ട്രക്കിങ് കഴിഞ്ഞ് വരുന്നവരെ. പിന്നെ അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അടുത്തത് നൂഡിൽസ്. ഫുഡ് വെച്ചിട്ട് വിശപ്പ് കാണുന്നില്ല. വളരെ മനോഹരമായ മനോജ്. കരടി ഇറങ്ങാറുണ്ട് ഇത്ര. അപ്പൊ ഏറ്റവും അറ്റത്ത് പോണം കരടിനെ കാണാൻ. ഇന്ത്യ വീട്ടിൽ മാത്രല്ല കണ്ടമുട്ടില്, ഇവിടെയുണ്ട്. അത് വെറൈറ്റി കണ്ടപ്പൂട്ടില്ല. നൈസാലേ. നല്ല അടിപൊളി മനുഷ്യന്മാര്, നല്ല അടിപൊളി ഗ്രാമം, സമാധാനം, ഹാപ്പിനെസ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഇവരെത്ര ആളാണ് കുടുംബസമേതം ഇറങ്ങിക്ക് പോണു. ഒരു സംഖ്യക്ക് തലങ്ങും വിലം കൂടി ഒന്ന് കടിച്ചാൽ മണ്ട പോലും സ്ഥലമില്ല. ഗ്രാമത്തിലെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ പൂതിയാവുന്നു. ഇത് മനോഹരമാണ്. ചുറ്റും മലകൾ. ഇതെന്താ അമ്പലമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇവിടെ വെള്ളം പിടിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങള്. പെൺകുട്ടികൾ ചോദിച്ചിട്ട് അവന്മാർ കളിക്കാൻ കൂട്ടില്ല. പക്ഷെ എന്താണ് കൂടി വാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ചേട്ടൻ്റെ മോള് കിട്ടിയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങിത്തരാൻ വേണ്ടി കട തുറക്കാൻ വേണ്ടി വന്നിക്കുക. എനിക്കൊരു സുന്ദരിയെ കിട്ടിയിട്ടുണ്ട്. സുന്ദരിയെ കാണിച്ചിട്ടാ. ഓക്കെ, ഹായ് ചിരിച്ച അവള് ചിരിക്കുന്നില്ല. പേര് കാവ്യ. കാവ്യ നോക്കുന്നേ. ഗ്രാമത്തിലെ കട നൈസാട്ടാ, ഒന്നും പറയാല്ല. കിടില ഉസ്കി. ബാബാ സത്തു കാവ്യ ഞങ്ങൾ മഞ്ഞമലയ്ക്ക് കയറാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ ആകെ ഒരു പെട്ടിപ്പീടിയുള്ളൂ ഇപ്പോൾ കാണിച്ചത്. അവർ സാധനങ്ങളൊക്കെ വാങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, ഞാനൊരു സീനറി കാണിച്ചു തരാം. ഇതുപോലെ ഒരുപാട് പേര് പ്രൊട്ടക്ഷനും ഉണ്ടാവും കേട്ടോ നമ്മളെ കാവലിനായിട്ട്. ഗൈസ്, അങ്ങനെ ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അടുത്ത മല പിടിച്ചാണ്. ആ മല പിടിച്ചുകൊണ്ട് പോകണം.
അങ്ങനെ അടുത്ത ലൊക്കേഷൻ പിടിച്ച് തപ്പിങ്ങാണ്ട് നടക്കണ്. അടുത്തത് എവിടെ നിൽക്കണ നല്ല സ്ഥലമാണ് അറിയാം. വളരെ അടിപൊളിയാണ്, ഒന്നും പറയാറില്ല കേട്ടോ. കിടിലം കിടിലം കിടിലോസ്റ്റ് സ്ഥലം. മച്ചന്മാരതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാ. ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം. കൂട്ടുകാരന്മാരെ നടന്നുകൊണ്ടിരിക്കുക. ഒക്കെ ഭയങ്കര ശ്വാസം വലിക്കലോടത്തി. ഭയങ്കര അഡ്വഞ്ചറാട്ടാ, ഒന്നും പറയാല്ല. കിട്ടില്ല. ആരൊക്കെ ഇവിടെയൊക്കെ ആരോമാർക്കൊക്കെ ഇട്ടിരിക്കുന്നു. എങ്ങോട്ടാന്ന് അറിയില്ല. ആരോമാർക്കും നോക്കി പോയിക്കൊണ്ടിരിക്കുക. മച്ചാനൊക്കെ മുകളിലെത്തി. അപ്പോൾ ഞാൻ കയറട്ടെ, വീഡിയോ പിന്നെ എടുക്കാം. നടന്നുകൊണ്ടിരിക്കുന്നത് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സീനാണ്. എൻ്റെ പോനോ അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് വേറെ സുഖം തന്നെ കേട്ടോ, ട്രക്ക് ചെയ്ത് കയറി പറഞ്ഞ. സീന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല, അതിനനുസരിച്ചുള്ള റിസ്ക്കും ഉണ്ട്. പക്ഷേ ഞാനിത് ആസ്വദിക്കുന്നുണ്ട്, വളരെ രസകരമാണ്. ട്രക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറെണ്ണം കൂടെ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞ് നമ്മൾ വളരെ മനോഹരമായ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിലും രസമാണ്. നടക്കുന്നതിനിടയിൽ ക്യാമ്പാ തോന്നുന്നു. ക്യാമ്പ് എന്തോ കണ്ട് അങ്ങോട്ടൊന്ന് പോയവിടെ. ഒരുപാട് നടന്നു കേട്ടോ. അങ്ങനെ ഇൻറ്റു ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഈ സ്ഥലത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിക്കുക, നിൽക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി ടെൻ്റ് അടിക്കാനുള്ള പരിപാടി, കുക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങൾ അറിയിക്കാം കേട്ടോ. ചത്ത് നൈസാണ്, സ്ഥലം അടിപൊളിയാണ്. ഇവിടെ നിന്നൊരു മച്ചാനെ കിട്ടിയിട്ടുണ്ട്, ഇസ്രായേൽ മച്ചാൻ. മച്ചാൻ ഫുള്ള് വൈകി സീനാണ്, സ്റ്റിക്കൊക്കെയാണ്. നല്ല കുഴപ്പമില്ല, ആളെ ഹാപ്പി ആട്ടോ, പൊളിയാണ്. അങ്ങനെ കിടന്നുറങ്ങി.